നിന്റെ ഹൃദയം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റാണ്, മനുഷ്യൻ്റെ ഭാഗങ്ങൾ കറക്റ്റല്ല. നമ്മളിപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന പള്ളിക്കരയിൽ നിന്ന്, എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം ഇതാണ്: 26 വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. ഗാർഡനർ പൂന്തോട്ടക്കാരായിട്ട് വർക്ക് ചെയ്യാണ് ഗവൺമെൻറ് സ്ഥാപനത്തിൽ. അപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 കൊല്ലമായിട്ട് അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. 12 കൊല്ലമായിട്ട് അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക. അപ്പം അവരെ നോക്കാൻ ആരും ഇല്ല. അമ്മയും കൂടെ തളർവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യ അവിടെ നിന്ന് സ്കൂട്ടായി. അവിടെ തന്നെ അവരപ്പ പുറംപാതിലൂടെ വെലിയും ചാടി അവർ പോയി. കാര്യം അവർക്കിവിടെ ഉണ്ട്, അവരുടെ ജീവിതം പോകും. അപ്പനെ അങ്ങനെ നോക്കി കഴിഞ്ഞാലേ അവരുടെ ജീവിതം പോകും. അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും മകനെയും പിടിച്ചുകൊണ്ട് സ്ഥലം വിട്ട് പിന്നെ എന്ത് ചെയ്യും? അപ്പനും അമ്മയും ഇവരുടെ തലയിലായി. അതിനകത്ത് അവർക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ സങ്കടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി ഈ അപ്പനെയും അമ്മയും നോക്കി നിന്നത് കാരണം ജോലി സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല. പൂന്തോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടരണില്ല. ഗവൺമെൻറ് ഇവരെ പുറത്താക്കി, ജോലി പോയി. അതാണ്ട് കാഷ്വാലിറ്റി വന്നാൽ കണ്ട അപ്പനും അമ്മയും വീണു. അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോൾ ആങ്ങളെ ചാടിപ്പോയി ഭാര്യയുമായിട്ട്. പിന്നെന്താ സംഭവിച്ചത്? അങ്ങനെ പോയാലും ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാര്യം? ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ആർക്കും ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ. അത് അവരുടെ കാര്യം. എന്നാലും ഞാൻ അവർ പറഞ്ഞത് കൊണ്ട് പറയണതാ. അപ്പോൾ ഇവർ അപ്പനും അമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവർക്ക് വേലയുമില്ല, പണിയുമില്ല. ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോവുകയാണ് കുടുംബം. എന്തൊരു കഷ്ടപ്പാടാന്ന് ചോദിക്കേ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഇവിടെ ചേടത്തിനെ കല്യാണം കഴിച്ച് വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടത്തിയും ഭർത്താവും മരിച്ചു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ 3 കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കണം ഇപ്പോൾ. അപ്പം ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്ന് കിടക്കുന്ന അപ്പനും അമ്മയും ചേടത്തിയുടെ 3 കുഞ്ഞുങ്ങളും ഇവരും ഉണ്ട്. എങ്ങനെ ജീവിക്കും ഈ ഒരവസ്ഥ? ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. തമസമല്ല, അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അവർ വന്നു അമ്മയോട് പറഞ്ഞ് കാലക്കെട്ടി കൊണ്ട് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത്. ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും? ആ വിഷയം എങ്ങനെ ഏറ്റെടുക്കും? ഇപ്പോൾ അവസ്ഥ കണ്ടില്ലേ? ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ. അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ അമ്മയ്ക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും, അതായത് അപ്പനും അമ്മയും തലവാരോട് വീട്ടിൽ കിടക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു. അവരുടെ മക്കളും വന്ന് ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും? അമ്മ ആദ്യം ചെയ്ത കാര്യം എന്തറിയാമോ? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തൊരു ജോലി കിട്ടിയെന്ന് അവർ പറയണത്. ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ? മഴയത്തും ജോലി ചെയ്യണം. അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം, ഗാർഡൻ ജോലി.
അപ്പോൾ അവർക്ക് പ്രായമായി വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി, നീരിറക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മ എന്ത് ചെയ്ത്, ആദ്യമേ വെയിലും മഴയും കൊള്ളാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിനകത്ത് കൊടുത്തെന്ന്. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ഇതെല്ലാം കഴിയും, ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ്. നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ. നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴപ്പം പറയണത്. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ കിരിക്കുത്ത് കളിക്കാരുടെ ബന്ധമാണ്. നമ്മ 10 വെച്ച് എന്നിട്ട് നോക്കി നിൽക്കും, കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും. കിരിക്കുത്തുകാരുണ്ട് 10 ഡയമണ്ട് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടു വെക്കും, 10 രൂപ ഇടും, എന്നിട്ട് പാട്ട വെക്കാൻ വേണ്ടി നോക്കി നിൽക്കും. അതും പോയെന്നും പറയും. ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോകും. ചിലപ്പോൾ ആദ്യമൊക്കെ നോക്കി മനസ്സിലാക്കണം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദൈവത്തിന് അറിയാൻ പറ്റും വഴി. അത് ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങ് താഴുന്നുണ്ടോ, മീൻ പിടിക്കുന്നുണ്ടോ, പൊങ്ങ് താഴുന്നുണ്ടോ എന്ന് പറഞ്ഞുള്ള ചൂണ്ടക്കാരുടെ മനസ്സാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷിതമായി നിങ്ങളുടെ മനസ്സ് ഉയർത്തി വളർത്തിക്കൊണ്ടുവരണം. ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷിതമായി മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളുപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്തെ മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ ദൈവം എഴുത്ത് ഉടമ്പടിയൊക്കെ ദൈവം തുടങ്ങണത്. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള കളികളെല്ലാം മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം. ദൈവത്തിന് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ്. അടുത്ത പടി എന്താ വന്നിരിക്കുന്നത്, അപ്പനെ അമ്മനെ അങ്ങോട്ട് വിളിച്ചു മാതാവ്. പ്രസംഗം തീർന്നാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കണം. എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ട്, എല്ലാ വിഷയവും. അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി, അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കണം ഇവർ തന്നെ നോക്കണമെന്നില്ല, മറ്റവരുടെ പൈസ ഇപ്പോൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മി ചേച്ചിയുടെ ഭാഗം ചെയ്തിട്ടില്ല. അവരതിൻ്റെ ഉടമ്പടിയിലൊരു കാര്യം പറഞ്ഞു, ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയണം. ഇപ്പോഴും അവരോട് നീരസമുണ്ട് ഇവർക്ക്. അതാണ് പ്രശ്നം. ആ ഉടമ്പടി സെറ്റായിട്ടില്ല. ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും ലക്ഷ്മിയായിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും. പറഞ്ഞ മനസ്സിലായല്ലേ? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ചികിത്സ വേണ്ടത്. ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ദൈവസ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തില്ല. ആ പഴയ വെറുപ്പ്, കാര്യം അവർ കുറേ അനുഭവിച്ചതല്ലേ. അപ്പനും അമ്മയും വീണപ്പം തന്നെ ആങ്ങളെയും ഭാര്യയും ചാടിപ്പോയി. ഇവർക്ക് അപ്പനും അമ്മക്കും വേറെ മക്കളുണ്ട്. അവരാരും ഇവിടെ കല്യാണത്തിന് വന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോകുന്നില്ലേ, അതുപോലെ പോയി. ആരാണ് പറഞ്ഞത്, കല്യാണത്തിന് വന്ന പോലെ വന്നു പോവുകയാണെന്ന്. എൻ്റെ മക്കളെ, ഇതൊക്കെ നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ, ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസളമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയം പോലാകണമേ.
എൻ്റെ മക്കളെ, അതായത് നമ്മളിപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതിന് ഒരു ഇന്നത് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണുള്ളത്. ഇപ്പം തുഷാര എന്നും പറഞ്ഞൊരു മോള് ആലപ്പുഴക്കാരുതിയാണ്, അമ്പലപ്പുഴക്കാരുതിയാണ്. തുഷാരയുടെ സാക്ഷി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. തുഷാര, പിന്നെ രജീഷ്, അതാണ് ഭർത്താവിൻ്റെ പേര്. ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. 20 വർഷമായിട്ട് നമുക്കറിയാവില്ല. 20 വർഷമായിട്ട് മക്കളിലെ പിന്നെ മക്കളുണ്ടാവുക. ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചികിത്സയും അവർ ചെയ്ത് കാണും. 2 വർഷം 3 വർഷമല്ല, 20 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അവസാനമാണ് ഇവർ കൃപാസനം മാതാവിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ ആലപ്പുഴയാണെങ്കിൽ ആൾക്കാർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണെന്ന്. ആലപ്പുഴക്കാർ ഉണർന്ന് വരണതേ ഉള്ളൂ. അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം, ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്നിട്ടൊരു കാര്യം പറയും. 20 കൊല്ലമായി മക്കളുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മക്കളെ വേണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം. അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും. ഇതൊരു പ്രാർത്ഥനയാണ്. രണ്ടും കരുതിക്കുട്ടി വന്നിരിക്കുന്ന പോലെയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും, 20 കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് നടക്കണം, അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതാണ് അവൾ പറയേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും. അതല്ല ഒരു രസം എന്താ വെച്ചാൽ, എന്താ പ്രശ്നം വെച്ചാൽ പ്രഗ്നൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊടുക്കും, എന്നിട്ട് ഒരു പൊക്കിൾക്കൊടി. അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും, ഇത് പോകും, ഇത് പോകും എന്ന് പറയും. അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവൾ പറയും ഇത് മാതാവ് തന്നാണ്, മാതാവ് തന്നാണ്, മാതാവ് തന്നാണ്. കാര്യം 2 കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പൊക്കിൾക്കൊടിയേ ഉള്ളൂ. ഒരു ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ്. പക്ഷെ അമ്മ തന്ന കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം ആ 2 കുഞ്ഞിനെ കൊടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങിപ്പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനി ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുത്. നിങ്ങൾ ആ ഉടമ്പടി ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ട് കാര്യം നേടി പൊടിയും തട്ടിപ്പോണതല്ല, മറിച്ച് ദൈവത്തിരുസന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെയും സഹോദര സ്നേഹത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസപൂർവ്വം പാലിക്കാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. വന്ന് ചങ്കെ കൊണ്ട് പറയേണ്ട പോലെ പറഞ്ഞെറിഞ്ഞ് കൊള്ളിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് പോകുന്നവരെ കണ്ടില്ലേ? അതാണ് പറച്ചിൽ.
20 കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരണവേദന അനുഭവിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. അതാ പറഞ്ഞു, എനിക്ക് അമ്മയോട്, അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുടെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നീ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ചെക്കൊള്ള കാര്യം. എന്താ കാര്യം? ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ട്, അതിനകത്തൊരു വിശ്വാസമുണ്ട്, വല്ലാത്ത വിശ്വാസം, അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട്. ഒക്കെ ആയിരിക്കും, ഒത്താക്കൊള്ളാം, കിട്ടിയ കൂട്ടി, പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് വാദപ്പനിക്കാർ പ്രാർത്ഥിക്കണില്ലേ, അതുപോലെ അലപരാധി പ്രാർത്ഥനയല്ല, ഒറ്റടിൻ്റെ ആശയമാണ് സംഭവം. അത് ആ പ്രാർത്ഥനയുടെ വെയിറ്റേജാണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അളക്കാൻ തുടങ്ങും. കാര്യം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ, കൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് നോക്കും. അതായത് എന്താ പറയുക വെച്ചാൽ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം. അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സാധ്യതയിൽ നിലനിന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നിലനിൽക്കുന്ന ഫലം നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന യേശുവേ. യോഹന്നാൻ 15:9. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇതാണ് പ്രശ്നം. ആ യോഹന്നാൻ 15:9 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഉടമ്പടി. അല്ല 90 ദിവസം കൊണ്ട് പൊടി കൊട്ടിപ്പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. കാര്യം കണ്ട് കാണുമ്പോൾ ഇനി കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഉടമ്പടി അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, നിങ്ങളിവിടെ വന്നാലും വന്നില്ലേലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടിയുടെ സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളായിട്ട് ജീവിതത്തിൻ്റെ ക്രമീകരണത്തിൽ നിലനിൽപ്പുണ്ടാകണം. അതാണ് ഈശോ പറയണത്. എന്താണ്? യോഹന്നാൻ 15:9. നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം, ചുമ്മാ കാര്യം കാണാൻ വന്നിരിക്കുകയാണ്, സ്നേഹത്തിൽ നിലനിൽക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമേ നിങ്ങൾ ജാമ്യം എടുക്കണം. എന്താ പറയേണ്ടത്? കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാൽ ഇല്ലെങ്കിൽ നിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും. അതാ സംഭവം. എന്ന് പറഞ്ഞേ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, നിന്റെ ഉടമ്പടി നിലനിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാവരണേ, ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാവരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവും ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാവരണേ. പ്രശ്നോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് പങ്കെടുക്കേണ്ടതാണ്. മക്കളെ, ദൈവകൃപയുടെ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവൽ സാന്നിധ്യമായ ദിവ്യകർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ കേട്ട വചനങ്ങളിൽ സുവിശേഷ സാക്ഷികളെ പോലെ നീ മനസ്സ് നിറഞ്ഞ അർത്താറയിൽ നിന്നെ അർപ്പിക്കുക. 10,000 ലക്ഷങ്ങളും തങ്ങളുടെ കണ്ണുനീര് അവസാനിപ്പിച്ച് സന്തോഷത്തിൽ സാക്ഷ്യം പറഞ്ഞ ഇടത്തേക്ക് ദൈവം നിന്നെയും നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് വിളിച്ചിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിയുടെ മക്കളെ, ഉന്നതമായ നാമത്തിന് സ്വത്തം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, എന്റെ തിരുമുറുപാർന്ന് വലതുകരം, അണിപ്രധാന അത്ഭുതകരം ഓരോ മകൻ്റെയും മകളുടെയും ശിരസ് നീ വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ വലതുകരം, തിരുമുറുപാർന്ന വലതുകരം, അനുഗ്രഹകരം കർത്താവേ നിങ്ങളുടെ മകളുടെയും മകൻ്റെയും ശിരസിൽ വെക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ ആന്തരിക അവയവങ്ങളിലെയും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തലവേദന ഉള്ളവര്, ആന്തരിക സിസ്റ്റുള്ളവര്, മഴയുള്ളവര്, ക്യാൻസർ ഉള്ളവര്, യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിലെ മാരാരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. കർത്താവേ, 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 സ്വർഗം തുറക്കണമേ. കർത്താവേ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഈശോ, നിന്റെ മുഴുക്കെടുത്ത് ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിതമാകുന്ന തിരുസഭയോട് കണ്ണു തോന്നണമേ. ഈശോ, നിന്റെ കരത്തന്നെ കാണപ്പെടുത്തി ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിതമാകുന്ന തിരുസഭയോട് കണ്ണു തോന്നണമേ. ഈശോ, നിന്റെ ചെമ്മടിപ്പാടുകൾ ഓർത്തുകൊണ്ട് അങ്ങനെ അവകാശമോഖിതമായ തിരുസഭയോട് കണ്ണു തോന്നണമേ. കർത്താവേ, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവ രോഗങ്ങള്, മാർഗരോഗങ്ങള്, മാറാരോഗങ്ങള് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. സുഖമായി നിന്റെ ഉള്ളം സദയം തുടരേ. സുഖമായി എന്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വളരെ വ്യഗ്രതയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ ദൈവസ്നേഹത്തോടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെന്നുള്ള ബോധ്യത്തോടു കൂടി ആഴമായി സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതികടെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രന യേശു ക്രിസ്തു നാമത്തിൽ അടയാളം കാണിക്കണമേ. അപ്പാ, 38 വർഷമായി ഞാൻ അർപ്പിച്ച കൃപാനകള്, 38 വർഷമായി അർപ്പിച്ച ആരാധനകള്, 38 വർഷമായി ഞാൻ കണ്ടുമുട്ടിയ ജനങ്ങളിലേക്ക് വിശ്വാസത്തിന് തീത്താമ്പുകളെ കൊളുത്താൻ ശ്രമിച്ച വിശ്വാസ തീഷ്ണതകളെ ഞാൻ സ്മരിക്കണേ. അപ്പാ, ഇപ്പോഴും കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും സാക്ഷി നിർത്തി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പാ, എല്ലാ രക്തസാക്ഷികളുടെ നാമത്തിലും മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പാ,
അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഏറ്റെടുത്തുകൊണ്ട് സ്വർഗീയ പിതാവേ, നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. മകളെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ അനുഗ്രഹം പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച സ്ഥലത്ത് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, ദൈവം നിന്നെ അബാൻഡൻ ചെയ്തിട്ടില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന് പ്രത്യേകമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നിന്റെ സ്നേഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയാം, തിരഞ്ഞെടുത്തുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ നീ കർത്താവ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവ്യ മന്ദിരത്തിൽ നീ ആയിരിക്കുമ്പോൾ അതിൽ ആശ്രയിച്ചുകൊണ്ടും അത് ലൈവ് ഓൺലൈനെ കണ്ടുകൊണ്ടും ഓൺലൈനിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരോടും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിന്റെ കണ്ണീരിൻ്റെ കാലങ്ങൾ തീരാൻ പോവുകയാണ്. നിന്നെ കർത്താവ് തൊടാൻ പോവുകയാണ്. നിന്റെ എല്ലാവിധ ജീവിത മണ്ഡലങ്ങളും കർത്താവ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കുടുംബത്തിൻ്റെ അപമാന ഭാരത്തെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് കാനാലെ കല്യാണത്തിൽ തൻ്റെ പുത്രനോട് കർത്താവ് അമ്മ അടയാളം ആവശ്യപ്പെട്ടതുപോലെ അതേ അമ്മ തന്നെ അൾത്താരയിൽ കൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ പുത്രനോട് അടയാളം ആവശ്യപ്പെടുന്ന സ്വർഗീയ നിമിഷങ്ങൾ, ഉടമ്പടി നിമിഷങ്ങളിലേക്ക് കർത്താവ് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കർത്താവ് സാമ്പത്തിക കടങ്ങളാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തിക ഭൗതികമായ തകർച്ച നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഴുതിയ പരീക്ഷയിൽ റിസൾട്ടിന് സംശയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഞ്ചാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരാൻ കാത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തരം ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മക്കളില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, ഭവനം ഇല്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഭവനം വിട്ടുമാറാത്തവര്, ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്നവര്, കിട്ടിയ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാത്തവര്, കുടുംബക്കോടതി കേസുള്ളവര്, മറ്റു പലതരത്തിലുള്ള സിവിൽ കേസിലുള്ളവര്, അതുകൊണ്ട് തന്നെ വേറെ പല ജീവിത തടസ്സങ്ങളുള്ളവർ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, എല്ലാ സങ്കടക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കർത്താവേ, നിന്റെ അണിപ്പെടുതാൻ വലതുകരം ഇപ്പോൾ പ്രാർത്ഥിച്ച മക്കളുടെ മേൽ നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുവാനും സുവിശേഷ സാക്ഷിയായിരിക്കുവാനും പരിശുദ്ധാത്മാവിന് നിറവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കണമേ ഈശോ. എസെക്കിയേൽ 36:26 എഴുതിയിരിക്കുന്ന പോലെയും ജെറമ്യാ 31:33 എഴുതിയിരിക്കുന്ന പോലെയും കർത്താവെ, പുതിയ ഹൃദയം എന്ന് പറയുന്നത് നിന്റെ വചനങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ട നീ തന്നെ ഹൃദയാന്തർഭാഗത്ത് ഉടമ്പടി ചെയ്തുകൊണ്ട് നിന്റെ ദിവ്യസ്നേഹത്താൽ നിവൃത്തിയാക്കുന്നവരുടെ സാക്ഷികളുടെ ജീവിതമാണ് കർത്താവേ.
അതവർക്ക് നൽകണമേ, പുതിയ ഹൃദയത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് മാംസളമായ ഹൃദയം നൽകണമേ. ഹല്ലേലൂയ. മുട്ടിയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ഈ സമയത്ത് മുട്ടിയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുറച്ചു നേരം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആശ്വാസം മേടിച്ചോ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ വചനത്തിൽ ശ്രവിച്ചതുപോലെ മാംസളമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ എന്ന് ദാഹത്തോടുകൂടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അംഗീകാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.